കുഴയ്ക്കും പരത്തൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒറ്റ പീസ് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു കിടിലൻ ഐറ്റത്തിൻ്റെയാണ് കേട്ടോ ഇന്ന്. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് മസാലയുടെ പച്ചമണക്കം മാറി വന്നിട്ട് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. കുരുമുളക് പൊടിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലും കൂടി ചേർത്തിട്ട് മാറ്റി വെക്കും. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദയും പാകത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസ് ആയിട്ടുള്ളൊരു ബാറ്റർ. വേറൊരു ബൗളിൽ 1 മുട്ട, പാകത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പകുതി മൈദ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് ദോശയായിട്ട് ചുട്ടെടുക്കാം. ഏകദേശം ആയി വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പകുതി ഭാഗത്ത് മസാലക്കൂട്ട് ഇട്ട് ഇനി ഇത് പകുതിയായിട്ട് മടക്കിയിട്ട് സൈഡ് ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി ഭാഗത്തും കൂടെ ദോശ ബാറ്റർ ഒട്ടി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. മസാല ഇട്ടിട്ട് ഒന്നും കൂടെ മറിച്ചിട്ട് മുകളിൽ മുട്ടയുടെ കോട്ടിംഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ കുറച്ച് ചീസും മുളക് പൊടി ഇട്ടിട്ട് അടച്ച് വെച്ച് ഒന്ന് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യുന്ന വരെ ഒന്ന് വേവിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലുള്ള ഈ റെസിപ്പികൾക്ക് പെപ്പറേറ്റ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്